സെമിനാറിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് മൊഡ്യൂൾ 2 സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ ബൈ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ആണ്. ഇത് 2 പാർട്ട് ഉണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2ഉം. അത് നമ്മൾ പാർട്ട് 1 നോക്കുകയാണ്. സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് ലീനിയർ പി ഡി സോൾവ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. നമ്മൾ ഒരു പി ഡി കൺസിഡർ ചെയ്യാണ്. എഫ് ഓഫ് യു, യു എക്സ്, യു വൈ, യു എക്സ് എക്സ്, യു വൈ വൈ, യു എക്സ് വൈ ഈക്വൽ ടു 0. പുട്ട് ഇറ്റ് ആസ് 1. നമ്മൾക്ക് ഈ മെത്തേഡിലൂടെ കിട്ടുന്ന സൊല്യൂഷനെയാണ് സെപ്പറേറ്റഡ് സൊല്യൂഷൻ ഓർ പ്രൊഡക്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ആ സൊല്യൂഷൻ്റെ ഫോം യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു പ്രൊഡക്റ്റ് എക്സ് വൈ എന്നാണ്. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി ആൻഡ് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ഓൺലി. ഇഫ് യു ഓഫ് എക്സ് വൈ ഈസ് എ സൊല്യൂഷൻ, ദെൻ യു എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ പി ഡി എക്സ് യു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഡാഷ് വൈ, യു വൈ എന്നാൽ എക്സ് വൈ ഡാഷ്, യു എക്സ് 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 ഡബിൾ ഡാഷ് വൈ, യു വൈ വൈ ഈക്വൽ ടു എക്സ് വൈ ഡാഷ്, യു എക്സ് വൈ ഈക്വൽ ടു എക്സ് ഡാഷ് വൈ ഡാഷ് ആണ്. നമ്മൾ ഇക്വേഷൻ 1ലുള്ള യു എക്സ്, യു വൈ എക്സെട്ര യു എക്സ് വൈനെ ഇക്വേഷൻ 2ലുള്ള വാല്യൂസുമായിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കിട്ടും. അതായത് ഫങ്ഷൻസ് ഓഫ് ദ ഫോം ജി ഓഫ് എക്സ് എക്സ് ഡാഷ് എക്സ് ഡബിൾ ഡാഷ് ഈക്വൽ ടു എച്ച് ഓഫ് വൈ വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ്. ഇതിൽ എൽ എച്ച് എസ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി ആൻഡ് ആർ എച്ച് എസ് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് വൈ ഓൺലി ആണ്. നമുക്കറിയാം എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ 3 ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കണ്ടീഷൻ വേണം. അതായത് ജി ഓഫ് എക്സ് എക്സ് ഡാഷ് എക്സ് ഡബിൾ ഡാഷ് ഈക്വൽ ടു എച്ച് ഓഫ് വൈ വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു കെ. അതായത് കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പം നമുക്ക് 2 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ 2 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ജി ഓഫ് എക്സ് എക്സ് ഡാഷ് എക്സ് ഡബിൾ ഡാഷ് ഈക്വൽ ടു കെ ആൻഡ് എച്ച് ഓഫ് വൈ വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു കെ എന്നാണ്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് വിത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ക്യാപിറ്റൽ എക്സും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ സ്മോൾ എക്സും. സെക്കൻഡ് ഇക്വേഷൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് വിത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ക്യാപിറ്റൽ വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ സ്മോൾ വൈയും. അങ്ങനെ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു പ്രൊഡക്റ്റ് എക്സ് വൈ. ഇതാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീറ്റ് ഇക്വേഷൻ വിത്ത് ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻസിലാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഹീറ്റ് ഇക്വേഷനാണ് വിത്ത് ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻ. കൺസിഡർ ദ ഹീറ്റ് ഇക്വേഷൻ പ്രോബ്ലം ഇൻ എ ഫൈനൈറ്റ് ഇൻ്റർവെൽ. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് യു ടി മൈനസ് കെ യു എക്സ് എസ് ഈക്വൽ ടു 0 വിത്ത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൽ ടി ഗ്രേറ്റർ ദാൻ 0. പുട്ട് ഇറ്റ് ആസ് എ. ഇതിൻ്റെ സൊല്യൂഷൻ വിൽ ബീസ് ഓഫ് ദ ഫോം യു എഫ് എക്സ് ടി ആണ്. അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് യു ഓഫ് 0 ടി ഈക്വൽ ടു 0 ആൻഡ് യു ഓഫ് എൽ ഓഫ് ടി ഈക്വൽ ടു 0 ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പുട്ട് ഇറ്റ് ആസ് ബി. ഇനീഷ്യൽ കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് വെൻ ടൈം ടി ഈക്വൽ ടു 0 ഇനീഷ്യൽ കണ്ടീഷൻ യു ഓഫ് എക്സ് 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വിത്ത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ. പുട്ട് ഇറ്റ് ആസ് സി. ഇവിടെ എഫ് ഓഫ് എക്സ് എന്നതാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ. കെ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റൻറ്റുമാണ്. ബൗണ്ടറി കണ്ടീഷനെ ഇനീഷ്യൽ കണ്ടീഷനുമായിട്ട് കൺസിസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ്പറ്റിബിലിറ്റി കണ്ടീഷൻ അസ്യൂം ചെയ്യുകയാണ്. എന്താണ് കോമ്പറ്റിബിലിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എഫ് ഓഫ് 0 ഈക്വൽ ടു 0 എന്നും എഫ് ഓഫ് എൽ ഈക്വൽ ടു 0 എന്നും എടുക്കുകയാണ്. ഈ ഹീറ്റ് കണ്ടക്റ്റിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് 1 ഡയമെൻഷണൽ ഹീറ്റ് കണ്ടക്റ്റിംഗ് റോഡ് എടുക്കുകയാണ്. അതിൻ്റെ ലെങ്ത്ത് L ആണ്. ആ റോഡ് നാരോ ആണ്, ലാറ്ററലി ഇൻസുലേറ്റഡ് ആണ്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇൻറ്റേർണലായിട്ട് ഈ സിസ്റ്റത്തെ കൂൾ ചെയ്യിക്കാനോ ഹീറ്റ് ചെയ്യിക്കാനോ ഒരു സോഴ്സ് ഇല്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഈ ഫിഗർ നോക്കിയറിയാം. 2 എൻ പോയിൻറ്റ്സ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു എൽ. എക്സ് ഈക്വൽ ടു 2 ഇനീഷ്യൽ ടെമ്പറേച്ചറാണ് എഫ് ഓഫ് എക്സ്. 2 എൻ പോയിൻറ്റ്സിലും യു ഈക്വൽ ടു 0 എന്നാണ് എടുത്തിട്ടുള്ളത്. ഹീറ്റ് കണ്ടക്റ്റിംഗ് പ്രോബ്ലത്തിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് അടുത്തത്. എക്സ് ആക്സിസിൽ നമ്മൾ ലെങ്ത് ഓഫ് റോഡും വൈ ആക്സിസിൽ ടൈം ടി യു ആണ് കൊടുത്തിട്ടുള്ളത്.
എക്സ് ഈക്വൽ ടു 0 രണ്ട് പോയിൻറ്റ്സ് ആണ്, എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു എൽ. വെൻ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ യു ഈക്വൽ ടു 0 ആണ്, എക്സ് ഈക്വൽ ടു എൽ ആകുമ്പോഴും യു ഈക്വൽ ടു 0 ആണ്. ഇനീഷ്യൽ ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ്, അതായത് യു ഓഫ് എക്സ് 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ ഇനീഷ്യൽ ഫംഗ്ഷന്. അടുത്ത് നമ്മൾ നോക്കുന്നത്, നമുക്ക് ഈ ഹീറ്റ് ഇക്വേഷനെ സോൾവ് ചെയ്യണം. അതായത് യു ടി മൈനസ് കെ യു എക്സ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഇക്വേഷനെ സോൾവ് ചെയ്യണം. നമ്മളെടുക്കുകയാണ് യു ഓഫ് എക്സ് ടി ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ടി ഓഫ് ടി എന്നാണ് ഹീറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ. അതിന് നമ്മൾ പുട്ടിറ്റ് ആസ് 1 കൊടുക്കുകയാണ്. അതാണ് ഇക്വേഷൻ എയുടെ സൊല്യൂഷൻ എടുക്കുകയാണ്. അങ്ങനെയാണ് യു ടി എന്ന് പറഞ്ഞാൽ എക്സ് ടി ഡാഷും യു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഡാഷ് ടിയും യു എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഡബിൾ ഡാഷ് ടി ആണ്. ഈ വാല്യൂസിനെ നമ്മൾ ഇക്വേഷൻ എയിലുള്ള വാല്യൂമായിട്ട് റീപ്ലേസ് ചെയ്യാണ്. ഇക്വേഷൻ എ എന്ന് പറഞ്ഞാൽ യു ടി, ഇക്വേഷൻ എ എന്നാൽ യു ടി മൈനസ് കെ യു എക്സ് എക്സ് ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ എ. ഇതിൽ യു ടിക്കും യു എക്സ് എക്സിനും നമ്മൾ ഇക്വേഷൻ 1ത്തെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടുന്നത് എക്സ് ടി ഡാഷ് മൈനസ് കെ എക്സ് ഡബിൾ ഡാഷ് ടി ഈക്വൽ ടു 0 എന്നാണ്. ഇംപ്ലൈസ് ദാറ്റ് എക്സ് ടി ഡാഷ് ഈക്വൽ ടു കെ എക്സ് ഡബിൾ ഡാഷ് ടി. നമ്മൾ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടും 1/k ടി ഡാഷ് ബൈ ടി ഈക്വൽ ടു എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ്. ഇവിടെ എൽ എച്ച് എസ് ഫംഗ്ഷൻ ഓഫ് ടി ഓൺലിയും ആർ എച്ച് എസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലിയാണ്. നമുക്കറിയാം സ്മോൾ എക്സും ടിയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ എബോവ് ഇക്വേഷനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കണ്ടീഷൻ വേണം. അതായത് 1/k ടി ഡാഷ് ബൈ ടി ഈക്വൽ ടു എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ് ഈക്വൽ ടു മൈനസ് ലാംഡ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സിസ്റ്റം ഓഫ് ഒഡീസ് കിട്ടുകയാണ്. ആ സിസ്റ്റം എന്ന് വെച്ചാൽ കിട്ടുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. വിത്ത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൽ. ഡി ടി ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ലാംഡ കെ ടി കിട്ടുകയാണ്. വിത്ത് ടി ഗ്രേറ്റർ ദാൻ 0. അതിന് ആദ്യത്തെ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ 2 എന്നും രണ്ടാമത്തേതിനെ 3 എന്നും കൊടുക്കുകയാണ്. നമുക്കറിയാം ഇക്വേഷൻ 2 എന്ന് പറയുന്നത് ഇക്വേഷൻ 2ൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ക്യാപിറ്റൽ എക്സ് ആണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ സ്മോൾ എക്സും ആണ്. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ എക്സ് കിട്ടും. ഇക്വേഷൻ 3ൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ടിയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ സ്മോൾ ടി ആണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ടി കിട്ടും. നമുക്കൊരു ബൗണ്ടറി കണ്ടീഷൻ ഉണ്ട്. അതായത് യു ഓഫ് 0 ടി ഈക്വൽ ടു 0 യു ഓഫ് എൽ ഓഫ് ടി ഈക്വൽ ടു 0. ഈ ബൗണ്ടറി കണ്ടീഷൻ ഹോൾഡ്സ് ഓൺലി എക്സ് ഓഫ് 0 പ്രൊഡക്റ്റ് എക്സ് ഓഫ് 0 ടി ഓഫ് ടി ഈക്വൽ ടു 0യും പ്രൊഡക്റ്റ് എക്സ് ഓഫ് എൽ ടി ഓഫ് ടി ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രമാണ് ഈ ബൗണ്ടറി കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നത്. അതായത് ഇതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി ഹാവ് എക്സ് ഓഫ് 0 ഈക്വൽ ടു 0യും എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0യും. ഇവിടെ നമുക്ക് യു എന്ന് പറയുന്നതൊരു ട്രിവിയൽ സൊല്യൂഷൻ അല്ല. ആക്ച്വലി യു ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു ട്രിവിയൽ സൊല്യൂഷനാണ്. പക്ഷേ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷനാണ്. അടുത്ത ഇക്വേഷൻ 2നെ നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ്. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 വിത്ത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൽ. അതിൻ്റെ ബൗണ്ടറി കണ്ടീഷനാണ് എക്സ് ഓഫ് 0 ഈക്വൽ ടു 0 എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൽ വിത്ത് ബൗണ്ടറി കണ്ടീഷൻ എക്സ് ഓഫ് 0 ഈക്വൽ ടു എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0. നമുക്കറിയാം ഇതൊരു ഈഗൻ വാല്യൂ പ്രോബ്ലമാണ്. ഇവിടെ ഈ ബൗണ്ടറി കണ്ടീഷനെയാണ് നമ്മൾ ഡിറിച്ലെറ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്. പി ഡിയുടെ കേസിൽ ഇതിനെയാണ് നമ്മൾ ഡിറിച്ലെറ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇഫ് ദ പ്രോബ്ലം നമ്മുടെ എബവ് പ്രോബ്ലത്തിനൊരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സ് ഓഫ് എക്സ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനെയാണ് നമ്മൾ ആ നോൺ ട്രിവിയൽ സൊല്യൂഷനെയാണ് ഈഗൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലാംഡയുടെ വാല്യൂവിനെയാണ്
ഈഗൻ വാല്യൂ എന്ന് പറയുന്നത്. ലാംഡ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിന് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ വേണം ഫോർ ദ ഈഗൻ ഫംഗ്ഷന്. അങ്ങനെയുള്ള ലാംഡ നമ്മൾ ഈഗൻ വാല്യൂ എന്ന് പറയുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് നോൺ ട്രിവിയൽ സൊല്യൂഷനെയാണ് ഈഗൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ എയിം എന്ന് പറയുന്നത് ഈഗൻ ഫംഗ്ഷനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ലാംഡ റിയലാണെന്ന് അസ്യൂം ചെയ്യുകയാണ്. അതായത് നമ്മുടെ ജനറൽ ഇക്വേഷൻ 2-ന് 3 കേസ് ഉണ്ട്. അതായത് d²x/dx² പ്ലസ് ലാംഡ x=0-ന് 3 കേസാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒന്ന്, ആദ്യത്തെ കേസ് ഇഫ് ലാംഡ =0 എന്ന് എടുക്കുക, അതായത് 0 ഈഗൻ വാല്യൂ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും d²x/dx² 0 എന്ന് കിട്ടും. ദെൻ x എന്ന് പറഞ്ഞാൽ c1 + c2x എന്ന് കിട്ടും. നമ്മൾ ബൗണ്ടറി വാല്യൂ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ x0 0 ഇംപ്ലൈസ് c1 0 ആൻഡ് x(l) 0 ഇംപ്ലൈസ് c2l 0 ഇംപ്ലൈസ് c2 0 എന്ന് കിട്ടും. അതായത് x(x) 0. ഇതൊരു ട്രിവിയലാണ്. സോ ലാംഡ =0 ഈസ് നോട്ട് ആൻ ഈഗൻ വാല്യൂ ആണ്, കാരണം നമുക്കൊരു നോൺ ട്രിവിയലാണ് വേണ്ടത്. കേസ് 2 എന്ന് പറയുന്നത് ലാംഡ <0 എടുക്കുകയാണ്. അത് നെഗറ്റീവ് ഈഗൻ വാല്യൂ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ x(x)ൻ്റെ വാല്യൂ നമുക്ക് c1 എക്സ്പോണൻഷ്യൽ √(-λx) പ്ലസ് c2 എക്സ്പോണൻഷ്യൽ -√(-λx) എന്ന് കിട്ടും. ഇത് കിട്ടുന്നത് നമുക്ക് അറിയാം d²x/dx² പ്ലസ് ലാംഡ x=0 ആണ് നമ്മുടെ ഇക്വേഷൻ. അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് m² പ്ലസ് ലാംഡ =0 ആണ്. ഇംപ്ലൈസ് ചെയ്യുന്നത് m² = -λ > 0 ആണ്. അപ്പോൾ m വരുന്നത് ±√(-λ) ആണ്. അങ്ങനെയാണെങ്കിൽ x(x)ൻ്റെ വാല്യൂ നമുക്കറിയാം c1 എക്സ്പോണൻഷ്യൽ √(-λx) പ്ലസ് c2 എക്സ്പോണൻഷ്യൽ -√(-λx) ആണ്. നമ്മൾ ബൗണ്ടറി വാല്യൂ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ x(0 0) ഇംപ്ലൈസ് c1 + c2 0 എന്ന് കിട്ടും. x(l) 0 ഇംപ്ലൈസ് ചെയ്യുന്നത് c1 എക്സ്പോണൻഷ്യൽ c1 എക്സ്പോണൻഷ്യൽ √(-λl) പ്ലസ് c2 എക്സ്പോണൻഷ്യൽ -√(-λl) 0 എന്ന് കിട്ടും. അടുത്ത് നമുക്ക് c1ൻ്റെയും c2ൻ്റെയും വാല്യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സിസ്റ്റം കിട്ടുകയാണ്. നമ്മുടെ സിസ്റ്റം ഇതാണ്. അത് AC = 0 എന്നുള്ള ഫോമുല സിസ്റ്റം. അപ്പോൾ ഡിറ്റർമിനൻ്റ് കാണുക. ഡിറ്റർമിനൻ്റ് എൻ്റെ വാല്യൂ e⁻⁴ എക്സ്പോണൻഷ്യൽ -√(-λl മൈനസ് എക്സ്പോണൻഷ്യൽ √(-λ)l എന്നാണ്. അത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അത് ഈക്വൽ ടു 0 എന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം √(-λl) എന്ന് പറയാം ഈക്വൽ ആയിരിക്കും -√(-λl). അതായത് 2√(-λl) പറയുന്നത് 0 ആണ്. അതായത് -λ = 0 ആണ്. പക്ഷേ നമ്മുടെ കേസ് ഇവിടെ നെഗറ്റീവ് ഈഗൻ വാല്യൂവിൻ്റെ കേസാണ്. അത് λ <0 ആണ്. സോ ഡിറ്റർമിനൻ്റ് A നോട്ട് ഈക്വൽ ടു 0 ആണ്. നമുക്കിവിടെ കിട്ടി ഡിറ്റർമിനൻ്റ് A = 0. അത് ഇംപ്ലൈസ് ചെയ്യുന്നത് ദ സിസ്റ്റം ഹാവ് എ ട്രിവിയൽ സൊല്യൂഷൻ എന്നാണ്. അതായത് c1 = c2 = 0. അതായത് x(x) = 0 എന്ന് കിട്ടും. അതൊരു ട്രിവിയലാണ്. സോ ഇത് ട്രിവിയൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈഗൻ വാല്യൂ ഒരിക്കലും <0 അല്ല. അടുത്ത കേസ് എടുക്കുന്നത് നമ്മൾ പോസിറ്റീവ് ഈഗൻ വാല്യൂവിൻ്റെ കേസാണ് എടുക്കാൻ പോകുന്നത്. ഇഫ് λ > 0 ആണെങ്കിൽ ദെൻ x(x) എന്ന് പറയുന്നത് c1 cos √λx പ്ലസ് c2 sin √λx ആണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് നമുക്കറിയാം. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ m² പ്ലസ് λ = 0 ആണ്. m ± i√λ ആണ്. അതുകൊണ്ട് തന്നെ x എന്ന് പറയുന്നത് c1 cos √λx പ്ലസ് c2 sin √λx ആണ്. നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ x(0 0) ഇംപ്ലൈസ് ചെയ്യുന്നു c1 0 എന്നാണ്. കാരണം സൈനിൻ്റെ ടൈം x0 കൊടുക്കുമ്പോൾ പോവും. അപ്പോൾ ആ ടൈമേ പോവും. അപ്പോൾ നമുക്ക് c1 കിട്ടുക. c1 = 0 എന്ന് കിട്ടും. അടുത്തത് x(l) കൊടുക്കുകയാണ്.
എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, നമുക്കറിയാം C1 ഓൾറെഡി 0 ആയതിനാൽ C2 സൈൻ റൂട്ട് ലാംഡ എൽ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിൽ C2 ഒരിക്കലും 0 ആവില്ല. C2 0 ആയാൽ നമുക്കൊരു ട്രിവിയൽ സൊല്യൂഷനാണ് കിട്ടുക. ഇത് ഇംപ്ലൈസ് ചെയ്യുന്നത് റൂട്ട് ഓഫ് ലാംഡ എൽ ഈക്വൽ ടു n പൈ ആണ്, വേർ n ഈക്വൽ ടു +or-1 +or-2 എക്സെട്ര ആണ്. 0ൻ്റെ കേസ് നമ്മൾ ഒഴിവാക്കുകയാണ്. n 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ട്രിവിയലായ സൊല്യൂഷൻ ആയിരിക്കും. അടുത്തത് റൂട്ട് ഓഫ് ലാംഡ എൽ ഈക്വൽ ടു n പൈ എന്ന് കിട്ടി. n ഈക്വൽ ടു 1 2 3 പോസിറ്റീവ് കേസ് എടുത്താൽ മതി, കാരണം ലാംഡ പറയുന്നത് സ്ക്വയർ എടുക്കുമ്പോൾ എല്ലാം പോസിറ്റീവ് ആവുന്നതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് കേസിനെ എക്സ്ക്ലൂഡ് ചെയ്യാം. ദിസ് വിൽ ബി ദ ഈഗൻ വാല്യൂസ്. ലാംഡ ആണത് π²/L², 4π²/L², 9π²/L². ഇതായിരിക്കും നമ്മുടെ ഈഗൻ വാല്യൂസ്. ഫോർ ദീസ് വാല്യൂസ് ഓഫ് ലാംഡ എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് C2 സൈൻ n πx/L ആയിരിക്കും. അതായത് നമ്മുടെ ഈഗൻ വാല്യൂ ലാംഡ എന്ന് പറഞ്ഞാൽ n π/L², ഈഗൻ ഫംഗ്ഷൻ എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ n πx/L ആണ്. നമ്മൾ കൺവീനിയൻ്റായിട്ട് യൂസ് ചെയ്യുന്ന നൊട്ടേഷനാണ് xn ഓഫ് എക്സ് എന്ന് പറയുന്നത്. അത് ഈഗൻ ഫംഗ്ഷൻ xn ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ n πx/L ഈഗൻ വാല്യൂ ലാംഡ എന്ന് പറയുന്നത് n π/L² ആണ്, വേറെ n ഈക്വൽ ടു 1 2 3 എക്സെട്ര എടുക്കുകയാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് 2 ആണ്. പാർട്ട് 2ൽ നമുക്ക് ഇക്വേഷൻ 3 സോൾവ് ചെയ്യണം. ഇക്വേഷൻ 3 സോൾവ് ചെയ്യണം. ഇക്വേഷൻ 3 എന്നാൽ dt/dt ഈക്വൽ ടു മൈനസ് ലാംഡ KT t > 0. ഇതിന് നമുക്ക് സോൾവ് ചെയ്യാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാണ്. നമുക്ക് കിട്ടും dt/t ഈക്വൽ ടു മൈനസ് ലാംഡ K dt എന്ന് കിട്ടും. ഓൺ ഇൻ്റഗ്രേഷനിൽ നമുക്ക് കിട്ടും log t ഈക്വൽ ടു മൈനസ് ലാംഡ KT + C എന്ന് കിട്ടും. അടുത്ത നമ്മൾ എക്സ്പൊണൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ക്യാപിറ്റൽ T ഈക്വൽ ടു B എക്സ്പൊണൻഷ്യൽ മൈനസ് K ലാംഡ T എന്ന്. വേർ B എന്ന് പറയുന്നത് ഈ എക്സ്പൊണൻഷ്യൽ സീനെയാണ് നമ്മൾ B എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ ഈഗൻ വാല്യൂ ലാംഡ n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ലാംഡ എന്ന് പറയുന്നത് n π/L² ആണ്. ദെൻ നമുക്ക് n ഓഫ് t എന്ന് പറയുന്നത് Bn എക്സ്പൊണൻഷ്യൽ മൈനസ് K n π/L² t, വേർ n ഈക്വൽ ടു 1 2 3 എക്സെട്ര എന്ന് കിട്ടുന്നു. നമുക്കിവിടെ സീക്വൻസ് ഓഫ് സെപ്പറേറ്റഡ് സൊല്യൂഷൻസ് കിട്ടും. അതായത് un ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് xn ഓഫ് എക്സ് പ്രൊഡക്റ്റ് xn ഓഫ് എക്സ് tn ഓഫ് ടി എന്ന് കിട്ടും. അതായത് un ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് bn സൈൻ n πx/L എക്സ്പൊണൻഷ്യൽ മൈനസ് K n π/L² t n ഈക്വൽ ടു 1 2 3. നമുക്കറിയാം by principle of superposition, any linear combination of separated solution is also a solution of the heat equation that satisfy the Dirichlet boundary condition. അതായത് any linear combination of separated solution is also a solution of the heat equation. Then we get that u of xt equal to summation n equal to 1 to capital N bn sin n πx/L exponential minus K n π/L² into t. അടുത്ത നമ്മൾ നമുക്കുള്ള ഇനീഷ്യൽ കണ്ടീഷൻ ഈസ് u of x0 ഈക്വൽ ടു f of x. നൗ ദ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് u of x0 ഈക്വൽ ടു f of x എന്നാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷന്. അതായത് നമുക്ക് കിട്ടും ഇനീഷ്യൽ ഫംഗ്ഷൻ f of x ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 to n bn sin n πx/L. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ ഫംഗ്ഷൻ. വെൻ ടൈം t ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇനീഷ്യൽ ഫംഗ്ഷനാണ് f of x ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 to n bn sin n πx/L ആണ് നമ്മുടെ ഇനീഷ്യൽ ഫംഗ്ഷൻ. അതായത് ഇനീഷ്യൽ ഫംഗ്ഷൻ ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഈഗൻ ഫംഗ്ഷൻസ് ആണ്.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹീറ്റ് പ്രോബ്ലം ഇക്വേഷൻ എ ബി സിയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് യു ഓഫ് എക്സ് ടി ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to n ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ എക്സ്പൊണൻഷ്യൽ മൈനസ് കെ എൻ പൈ ബൈ എൽ ഹോൾ സ്ക്വയർ ഇൻറ്റു ടി എന്നതാണ് നമുക്ക് കിട്ടുന്ന ഹീറ്റ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. അതായത് നമുക്കിവിടെ സർട്ടൻ ഫാമിലി ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻസിന് നമുക്ക് നമ്മുടെ ഹീറ്റ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ നമുക്ക് ഹീറ്റ് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മോർ ജനറൽ ഇനീഷ്യൽ കണ്ടീഷൻസിന് ഹീറ്റ് പ്രോബ്ലത്തിന് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ്. അതിനായിട്ട് ഫോറിയർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ ടു റെപ്രസെൻറ്റ് എനി arbitrary function that satisfies the boundary condition as a unique initial linear combination of the eigenfunction sin n pi x by l. ഫോറിയർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ആർബിട്രറി ഫംഗ്ഷന് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആർബിട്രറി ഫംഗ്ഷൻ നമുക്ക് ഇൻഫിനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഈഗൻ ഫംഗ്ഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് ഫോറിയർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇൻ അതർ വേർഡ്സ്, അതായത് ഇറ്റ് ഈസ് പോസിബിൾ ടു ഫൈൻഡ് കോൺസ്റ്റൻസ് ബി എൻ സച്ച് ദാറ്റ് നമുക്ക് ബി എൻ എന്ന് പറഞ്ഞ കോൺസ്റ്റൻസിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ദ ഇനീഷ്യൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്നാണ് നമ്മുടെ ഇനീഷ്യൽ ഫംഗ്ഷൻ. ഇങ്ങനെയുള്ള സീരീസിനെയാണ് ജനറലൈസ്ഡ് ഫോറിയർ സീരീസ് ഓഫ് എഫ് എന്ന് പറയുന്നത്. ആൻഡ് ബി എന്നുകളെയാണ് ജനറലൈസ്ഡ് ഫോറിയർ കോഫിഷ്യൻസ് ഓഫ് ദ സീരീസ് എന്ന് പറയുന്നത്. വേർ എൻ ഈക്വൽ ടു 1, 2, 3 എക്സെട്ര എന്നാണ്. നമ്മളിവിടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിനെ ജനറലൈസ് ചെയ്യാണ്. പിന്നെ അതിനെ ഇൻഫിനിറ്റ് സീരീസ് ഓഫ് സെപ്പറേറ്റഡ് സൊല്യൂഷൻസിൽ അപ്ലൈ ചെയ്യാണ്. നമുക്കറിയാം നമ്മുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എനി ലീനിയർ കോമ്പിനേഷൻ ഓഫ് സെപ്പറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ആൾസോ എ സൊല്യൂഷൻ ഓഫ് ദ ഹീറ്റ് ഇക്വേഷൻ എന്നാണ്. അതിന് നമ്മൾ ജനറലൈസ് ചെയ്യാണ്. ജനറലൈസ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഇൻഫിനിറ്റ് സീരീസ് ഓഫ് സെപ്പറേറ്റഡ് സൊല്യൂഷൻസിൽ അപ്ലൈ ചെയ്യാണ്. ഇങ്ങനെയുള്ളൊരു സീരീസ് എന്ന് പറയുന്നത് അതൊരു ജനറലൈസ്ഡ് സൊല്യൂഷൻ ഓഫ് ദ പി ഡി ആണ്. ഇഫ് ദ സീരീസ് ഈസ് യൂണിഫോംലി കൺവേഴ്സിങ് ഇൻ എവറി സബ് റെക്റ്റാങ്കിൾ ദാറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഡൊമെയിൻ വെർ ദ സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ്. നമുക്കറിയാം ജനറലൈസ്ഡ് സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം ഇക്വേഷൻ എ ബി സി എന്ന് പറയുന്നത് യു ഓഫ് എക്സ് ടി ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ എക്സ്പൊണൻഷ്യൽ മൈനസ് കെ എൻ പൈ ബൈ എൽ ഹോൾ സ്ക്വയർ ടി ആണ്. നമ്മൾ ഇക്വേഷൻ 5 എന്ന് കൊടുക്കുകയാണ്. നമുക്ക് ഫോറിയർ കോഫിഷ്യന്റ് ബി എന്നിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബി എന്നിൽ എൻ ഈക്വൽ ടു 1, 2, 3 എക്സ്ട്രാ ആണ്. നമുക്കറിയാം ഇക്വേഷൻ 4 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്നാണ് നമ്മൾ ഇക്വേഷൻ 4. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഈ ഫോറിയർ സീരീസ് യൂണിഫോംലി കൺവേർജിങ് ആണെന്ന്. നമ്മളൊരു എമ്മിനെ ഫിക്സ് ചെയ്യുകയാണ് വേർ എം ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ 4നെ നമ്മുടെ ഈഗൻ ഫംഗ്ഷൻ സൈൻ എം പൈ എക്സ് ബൈ എല്ലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ഇൻ്റർവൽ 0 to L ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ 0 to L സൈൻ എം പൈ എക്സ് ബൈ എൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് കിട്ടുന്നത്. അതായത് വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity ബി എൻ ഇൻ്റഗ്രൽ 0 to L സൈൻ എം പൈ എക്സ് ബൈ എൽ സൈൻ എൻ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്നാണ്. നമുക്കറിയാം ഇൻ്റഗ്രൽ 0 to L സൈൻ എം പൈ എക്സ് ബൈ എൽ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്ന് പറയുന്നത് എം 0 ആണ്, അതിൻ്റെ വാല്യൂ 0 ആണ്. എം നോട്ട് ഈക്വൽ ടു എൻ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ L/2 ആണ്. എം ഈക്വൽ ടു എൻ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ L/2 ആണ്. എം നോട്ട് ഈക്വൽ ടു എൻ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആണ്. സോ നമുക്ക് കിട്ടും
ഇൻ്റഗ്രൽ 0 to L sin m pi x by L f of x dxൻ്റെ വാല്യൂ bm ഇൻറ്റു L/2 ആണ് അതിൻ്റെ വാല്യൂ എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ബി എമ്മിൻ്റെ വാല്യൂ കിട്ടും. ബി എം എന്ന് പറയുന്നത് 2/L ഇൻ്റഗ്രൽ 0 to L sin m pi x by L f of x dx എന്നാണ് ബി എമ്മിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. വേറെ m equal to 1 to etc ആണ്, 1 to 3 etc ആണ്. അതായത് നമുക്ക് ഫൊറിയർ കോഎഫിഷ്യൻസ് ആൻഡ് ഫൊറിയർ എക്സ്പാൻഷൻ ഓഫ് ഫർ യൂണിക്കലി ഡിറ്റർമൈൻഡ് ആണ്. നമുക്കിവിടെ കിട്ടി ഇക്വേഷൻ 5 ആണ് നമ്മുടെ സൊല്യൂഷൻ. ഇക്വേഷൻ 5ലുള്ള ബി എന്നിനെ നമുക്ക് ഇക്വേഷൻ 6 യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. ഇനീഷ്യൽ ഫംഗ്ഷനും നമുക്ക് തന്നിട്ടുണ്ടാവും. അതായത് നമ്മുടെ സൊല്യൂഷൻ ഇക്വേഷൻ 5 ആണ്. ഇക്വേഷൻ 5ൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ 5 ആണ്. ഇക്വേഷൻ 5 എന്നാൽ യു എഫ് എക്സ് ടി ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity ബി എൻ സൈൻ n pi x by L എക്സ്പൊണൻഷ്യൽ -k n pi by L ഹോൾ സ്ക്വയർ ഇൻറ്റു ടി. ഇതാണ് നമുക്ക് ഹീറ്റ് കണ്ടക്റ്റിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ ബി എന്നെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇക്വേഷൻ 6. അതായത് ബി എം ഈക്വൽ ടു 2/L ഇൻ്റഗ്രൽ 0 to L സൈൻ m pi x by L ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇത് രണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹീറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇനീഷ്യൽ ഫംഗ്ഷൻ നമുക്ക് ഗിവൺ ആണ്. അങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. അതായത് ഹീറ്റ് കണ്ടക്റ്റിംഗ് പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ ഉണ്ട് നമ്മൾ കണ്ടെത്തി. ആ സൊല്യൂഷന് മോർ ജനറൽ ഇനീഷ്യൽ കണ്ടീഷൻസിനും സോൾവ് ചെയ്യാന്നുള്ളത് ഫൊറിയർ പ്രൂവ് ചെയ്തതായി അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്.